അതാ കാര്യം. മറ്റ് മുഖ്യമന്ത്രി ഞാൻ ഒരു അമൃതാര്യമില്ല ഇനി, അതിന് അത്ര കാര്യമൊന്നുമല്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടോ. കരിഞ്ഞു പോവും. അത് നല്ലപോലെ മനസ്സിലായിക്കോ. ഇല്ലാണ്ട് മറ്റേ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിച്ചാൽ പോരാ. അപ്പോൾ നിങ്ങൾ നാളത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതൂല എന്ന് എനിക്കറിയാം. അതുപോലെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണല്ലോ. അതുകൊണ്ടാണെന്ന് അടുക്കാൻ പറ്റൂല. കേസുരാന്നെല്ലാം കേസ് ഇനിയും നിലവിൽ തന്നെ ഉണ്ടല്ലോ, ഒന്നും അവസാനിപ്പിച്ചിരുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള നിലപാട് CPM-നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമില്ല. കേസിൻ്റെ രീതി തന്നെ കൈകാര്യം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞാനിത് കേന്ദ്ര ഏജൻസിയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്, അല്ലാണ്ട് ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും കേസല്ല പറഞ്ഞത്. ആ കേസിൻ്റെ രീതി തന്നെ നടക്കും. സുരേന്ദ്രൻ്റെ നേരെയുള്ള കേസ് നടക്കുകയല്ലേ, പൈസ കൊടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യം നടക്കുകയല്ലേ. അതുപോലെ തന്നെ മറ്റേ മഞ്ചേശ്വരത്തിൻ്റെ കേസ് നടക്കും. അതിലൊന്നും ഒരു ഒത്തുതീർപ്പിന് പ്രശ്നമില്ല. അതിന് എല്ലാ പോലീസും സർക്കാരിനായി അതേപോലെ അക്ഷരം പടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ വേണ്ട. തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ശരിയായ നിലപാട് കൊണ്ട് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. അത്രയേ ഉള്ളൂ. അതെല്ലാം പരിശോധിച്ച് പറയേണ്ട കാര്യമാണ്. അതിന് ഇപ്പോൾ പത്രസമ്മേളനം ചോദിച്ചാൽ മറുപടി പറഞ്ഞു. അങ്ങനെ ഏറ്റുമുട്ടൽ, പ്രധാനമായിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ട്. അതൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഉണ്ടായ സംഭവം മാത്രമാണ്. ആ സംഭവത്തിനൊന്നും ന്യായീകരിക്കാൻ CPM തയ്യാറില്ല. അതിൽ അന്നുമില്ല ഇപ്പോഴുമില്ല. കേസെല്ലാം എടുക്കുന്നുണ്ട്. ഏതാ കേസ് എടുക്കാതിരിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ SFI കുട്ടികൾക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് ഇവിടെയാണ്. പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണർക്കുള്ള സുരക്ഷ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒറ്റ കേസേ എടുത്തിട്ടുള്ളൂ. അത് ഇവിടെയാണ് എടുത്തത്. അത് നിലനിൽക്കില്ല എന്നുള്ളത് വേറെ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ FIR അപ്പോൾ ഇല്ലാണ്ടാവും നിയമപരമായിട്ട്. ഞാൻ ആവശ്യപ്പെട്ട് ഒരു കേസ് നിങ്ങൾ എടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി ആ FIR ഇല്ലാതാവും. എടുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും എടുക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാലും, പ്രസിഡന്റ് പറഞ്ഞാലും, ഗവർണർ പറഞ്ഞാലും, മുഖ്യമന്ത്രി പറഞ്ഞാലും, ആര് പറഞ്ഞാലും ആ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കേസെടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പില്ല. അല്ല, അവരെല്ലാം സ്വതന്ത്രമാരായിട്ട് നിൽക്കുന്നവരല്ലേ. സ്വതന്ത്രമായി നിൽക്കുന്നവർക്ക് പല കൂട്ടുകെട്ടും ഉണ്ടാവും. കൂട്ടുകെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇതിനായി വേറെ സംഘടന. അതെ, അവർ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ജാതി സംവരണം ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. ജാതി സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് 50%. ജാതി സർവേ നടത്തേണ്ട കാര്യമില്ല. ജാതി സെൻസസ് നടക്കുന്നുണ്ട്. ജാതി സെൻസസ് നടത്തണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. ജാതി സെൻസസ് നടത്തേണ്ടത് കേരള ഗവൺമെന്റ് അല്ല സുഹൃത്തെ. അത് സർവേയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് പറയല്ല വേണ്ടേ. ജാതി സർവേ എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പോൾ നടന്നത് പോലുള്ള ഒന്നാണ്. ഞങ്ങൾ പറയുന്നത് സമഗ്രമായിട്ടുള്ള ഇന്ത്യയിൽ ആകെബാധകമായ ഒരു ജാതി സർവേ ഉൾപ്പെടുന്ന സാമൂഹ്യ സാമ്പത്തിക സർവേ വേണമെന്നാണ്. അത് 21 നടക്കേണ്ടതായിരുന്നു, നടന്നില്ല. ഇനി നടത്താൻ പോകുന്ന സർവേയിൽ ജാതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സർവേ നടക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. കേന്ദ്രം നടത്താതിരിക്കാൻ പറ്റില്ല. കേന്ദ്രം എങ്ങനെ നടത്താതിരിക്കുക? കേന്ദ്രം നടത്താതിരിക്കാൻ എങ്ങനെ പോവാം? അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമല്ലേ ഓരോന്ന് ചെയ്യേണ്ടത്. അത് ചെയ്യണം. 2010 കൊല്ലം കൂടുമ്പോഴായിരുന്നു സർവേ. 2021 നടക്കേണ്ടതാണ്, നടന്നില്ല. അത് നടക്കണം. ആ സർവേൻ്റെ ഒപ്പം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ജാതി സർവേ കൂടി ഉൾപ്പെടുത്തണം. ഇല്ല, ജാതി സർവേ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പോരെ, നിങ്ങൾക്ക് എഴുതേണ്ട പോയിൻ്റായില്ലേ? അത് സംവരണം നടപ്പിലായോ?
പാർട്ടി മുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ സീറ്റ്, ഇനിയും കൊടുക്കും, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും, പ്രാവശ്യം കൊടുക്കും. പറഞ്ഞത് മുമ്പ് പറയാം, കേന്ദ്ര ഗവൺമെൻറ്റാണ് സെൻസസ് നടത്തേണ്ടത്. ആ സെൻസസിൻ്റെ ഒപ്പം ജാതി സെൻസസ് കൂടി നടത്തണം. ബീഹാർ നടത്തിയതുപോലുള്ള സർവേയാണ്. ആ സർവേ നടത്തിയതുകൊണ്ട് മാത്രം ഈ ഇന്ത്യയുടെ ജാതി സംവരണ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ. പിന്നെ വേറെ എന്തോ പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു പോയിന്റ് ഇല്ല. ഞാൻ പിന്നെ അതിൻ്റെ പിന്നെ പോകാറില്ല. നെഗറ്റീവായ ഒരു കാര്യത്തിൻ്റെ പിന്നെ പോകേണ്ട യാതൊരു ഉത്തരവാദിത്വം നമുക്കില്ല. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ മതി. നെഗറ്റീവായ വാർത്ത നിങ്ങൾ നാളെ കൊടുത്താലും നിങ്ങൾ നാളെ നെഗറ്റീവായ വാർത്ത കൊടുത്താലും അതിൽ നിന്നും പിന്നിൽ പോകേണ്ട പ്രശ്നമില്ല. നിങ്ങളെ അജണ്ടയും കൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ. നിങ്ങളേതാ ഫ്ലാഷ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ശരി, കൊണ്ട് മതിയാക്കാം.